ഹായ് മക്കളെ, ഈ വരുന്ന ഓഗസ്റ്റ് 10-ാം തീയതിയാണ് നമ്മുടെ ഓണം എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ +2 അക്കൗണ്ടൻസിയിൽ നിന്നും ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം എക്സാമിലേക്കായിട്ട്. കൂടാതെ സെക്കൻഡ് ചാപ്റ്ററായ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഗുഡ് വിൽ വരെയുള്ള ടോപ്പിക്കാണ് നമുക്ക് എക്സാമിനേഷന് പഠിക്കേണ്ടതായിട്ടുള്ളത്. സോ ഈ വരുന്ന ഓണം എക്സാമിന് ഏതൊക്കെ ടോപ്പിക്സ് ആണ് നിർബന്ധമായും പഠിച്ചു പോകേണ്ടത് എന്ന കാര്യം നമുക്ക് നോക്കിയാലോ. എങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററായ ബേസിക് കോൺസെപ്റ്റ് എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് ഏരിയ, അതായത് തിയറി ഏരിയ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, 100% എക്സാമിനേഷന് പക്ക നിർബന്ധമായും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. ഓക്കെ അല്ലേ? 2 മാർക്കിനോ 3 മാർക്കിനോ ആയിരിക്കും ഈ ഒരു ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവാം. പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ടത് റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞ ഏരിയയാണ് പഠിച്ചിരിക്കേണ്ടത്. സെക്കൻഡ് വൺ, കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും. 2 ഭാഗത്തു നിന്നും 100% ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? കൂടാതെ പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ പ്രിപ്പയർ ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. മോസ്റ്റ് പ്രോബബ്ലി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ ഫിക്സഡ് മെത്തേഡും ഫ്ലക്ച്വേഷൻ മെത്തേഡും 2 മെത്തേഡും പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഫിക്സ്ഡ് മെത്തേഡ് ആയിരിക്കും ഈ വരുന്ന ഓണം എക്സാമിന് ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ളത്. അതിനർത്ഥം ഫ്ലക്ച്വേഷൻ പഠിക്കേണ്ട എന്നല്ല കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദി ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ്. 100% ഷുവർ ആണ് ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റിൽ നിന്നും ക്വസ്റ്റ്യൻ 100% ഉറപ്പായും ചോദിച്ചിരിക്കും. പഠിച്ചതിന് ശേഷം മാത്രം പോവുക. ഓക്കെ അല്ലേ? ഇതൊന്നും കൂടാതെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് കുറച്ച് തിയറി, അതായത് 1 വേർഡ് ക്വസ്റ്റ്യൻസ് കുറച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതെവിടെയെന്ന് വെച്ചാൽ പാർട്ട്ണർഷിപ്പിന്റെ ഒബ്ജക്റ്റീവ്സ്, അതുപോലെ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് എത്ര പാർട്ട്നേഴ്സ് ആണ് വേണ്ടത്, അതുപോലെ ഗ്യാരണ്ടി കൊടുക്കുന്ന പാർട്ട്ണറുടെ ലയബിലിറ്റി അതെങ്ങനെയായിരിക്കും ഉണ്ടാവുക, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ 1 വേർഡ് വെച്ച് ചോദിക്കാൻ എന്തുണ്ട് ചാൻസ് ഉണ്ട്. സോ ഈ ഒരു ഏരിയയൊക്കെ മറക്കാതെ പഠിച്ചു പോവാം. നൗ സെക്കൻഡ് ചാപ്റ്റർ, അതായത് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്ക് കടന്നാൽ ആദ്യം തന്നെ ചോദിക്കുക വാട്ട് ആർ ദി മോഡ്സ് ഓഫ് റീകോൺസില്യൂഷൻ. പക്കാ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വാട്ട് ആർ ദി മോഡ്സ് ഓഫ് റീകോൺസില്യൂഷൻ. 2 മാർക്കിനോ 3 മാർക്കിനോ ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. 100% ഷുവർ ആണ്, വിത്തൗട്ട് എനി ഡൗട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിക്കും. ഓക്കെ, സോ ന്യൂ റേഷ്യോ കാൽക്കുലേഷൻ 5 കേസ് ഉണ്ട്. അതിൽ നിന്നും കേസ് 1, 2, 3, 4 ഈ 4-ൽ ഏതും ചോദിക്കാം. 5th കേസ് ചോദിക്കൂല എന്നല്ല അതിനർത്ഥം, ചാൻസ് കുറച്ച് കുറവാണ്, മൈ ഒപ്പീനിയൻ. ഓക്കെ, സോ 1, 2, 3, 4 കേസസ് ആണ് ഈ ഒരു ഭാഗത്ത് നിന്നും ചോദിക്കാൻ ചാൻസ് ഭയങ്കര ഹൈ ആയിട്ടുള്ളത്. കൂടാതെ കാൽക്കുലേഷൻ സാക്രിഫൈസിംഗ് റേഷ്യോ നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ ഗുഡ് വിൽ കാൽക്കുലേഷൻ 100% ഷുവർ ആണ്, 5 കേസിൽ 1 കേസ് എന്തായാലും ചോദിക്കും. മേ ബി 2 കേസും ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതായത് ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ തന്നിട്ട് 2 മെത്തേഡിൽ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും? ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ യുവ ബാച്ചിലെ കുട്ടികൾക്കൊക്കെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്താണ്, റൈറ്റ്? സോ നെക്സ്റ്റ് ജേർണൽ എൻട്രിയിലേക്കാണ്. ഓക്കെ അല്ലേ? ഈ ഒരു ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വില്ലിന്റെ ജേർണൽ എൻട്രി, ഈ ഒരു ഭാഗം വരെയാണ് നമുക്ക് എക്സാമിനേഷന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. സോ എൻ്റെ കുട്ടികളൊക്കെ എന്താ ചെയ്യുക, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഈ എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിരിക്കുന്നത് നിർബന്ധമാണ്. ഓക്കെ അല്ലേ? എക്സാമിന് പോകുന്ന സമയത്ത് നിങ്ങൾ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നിർബന്ധമാണ്. 1 ഫണ്ടമെന്റൽ ബേസ് ക്വസ്റ്റ്യൻസ് ആണ്. സെക്കൻഡ് വൺ ആവറേജ് ക്വസ്റ്റ്യൻസ് ആണ്. 3 ഡിഫിക്കൽട്ടി ലെവലിലെ ക്വസ്റ്റ്യൻസ്. ഈ 3 ലെവൽ ക്വസ്റ്റ്യൻസും ഓരോ ടോപ്പിക്കിൽ നിന്നും പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം എക്സാമിന് പോകാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമുക്ക് ഓണം എക്സാം ആണ്. സോ ക്വസ്റ്റ്യൻസ് എങ്ങനെ വേണമെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? സോ മക്കളെ, ഇനി നിങ്ങൾക്ക് ഈ ടോപ്പിക്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ Xylem +2 Commerceന്റെ യൂട്യൂബ് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഒന്ന് നോക്കി നോക്കിയാൽ മതി. നിങ്ങൾക്ക് വേണ്ട എല്ലാ ചോദ്യത്തിനും ഉത്തരം യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. സോ ഏറ്റവും നന്നായിട്ട് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.